ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ള ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ തിരൂർ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇതേ എത്താറായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ കുടുംബത്തിലുള്ളവർ തന്നെ കേട്ടോ ആ റിസോർട്ട്. അപ്പോൾ നമ്മൾ നോളജ് സിറ്റിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇപ്പോൾ നോളജ് സിറ്റി ഇതാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നോളജ് സിറ്റിയിൽ നിന്ന് കേട്ടോ. കുറേ എടുക്കാണ്ട്, പക്ഷെ ഞാൻ ഒരു കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് കാണിക്കുന്നുള്ളൂ. കുറേ കാണിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ ചടുപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന കാഴ്ചയാണ് ഇട്ടത്. അപ്പോൾ റിസോർട്ട് അത് ആ തറ്റത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതേ ഞാൻ കുറച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കൊക്കെ കാണുമ്പോൾ അത് ചെറുതായിട്ട് തോന്നും കേട്ടോ. നല്ല നീളമുണ്ട്, എൻ്റെ അത്രയുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ സ്റ്റെപ്പല്ല കേട്ടോ. സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ കയറാൻ പറ്റില്ല. ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ കയറി പോകാനായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ പൂളും നല്ല രസം പച്ചപ്പുള്ള സ്ഥലം ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഇവിടെ നല്ല ചെടികളൊക്കെ കണ്ടോ, നല്ല രസമില്ലേ ചെടികളൊക്കെ വെച്ച് കാണാൻ. അപ്പോൾ അത് മേലോട്ട് കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇടവഴിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനത്തെ പൂരം ഇവിടുന്ന് കണ്ടു. പിന്നെ ഞങ്ങളെല്ലാം പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂളിൽ ഇറങ്ങി ഞങ്ങൾ കോയേൻ്റെ കളിയെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു കോയേട്ടൻ്റെ തലമ്മ തട്ടിയിട്ട. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൂളിൽ നിന്ന് ഇറങ്ങിയ നേരെയാണ് പിന്നെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇതാക്കിയായിരുന്നു. അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നേരമില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ജാക്കറ്റ് ഇട്ട് ഇങ്ങനെ ഇതേ നീന്തുന്ന പോലെ കാട്ടുന്നതാണ് എൻ്റെ അനിയൻ കേട്ടോ. അവനെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ അതെ നമ്മളിവിടെ നിൽക്കുന്ന ഒരു ദിവസം നിന്നാൽ ദിവസം നിന്ന് പോലും അറിയൂല കേട്ടോ. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോയപ്പോൾ തന്നെ. പിന്നെ നമ്മൾ വയനാട്ട് പോയിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ അവിടെ ഒരു തടാകമുണ്ട്. അങ്ങ് തടാകത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. സ്റ്റോറേജ് തീർന്നത് കൊണ്ട് അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഇത് നമ്മൾ ചിക്കൻ ചുട്ടതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി കഴിച്ചു കേട്ടോ. എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ബിരിയാണി. ഞാൻ രാത്രി ചിക്കൻ ചുട്ടത് കഴിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി പാട്ടും പിന്നെ കളിയൊക്കെ ആയിട്ട് കുറേ നേരം മേലെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തീരെ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. സമയം പോയത് തന്നെ പിറ്റേ ദിവസം ഇതേ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ വളരെ സങ്കടം ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ അതെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാണുന്ന സ്ഥിതിക്ക് ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോട്ടോ. അപ്പോൾ ടാറ്റാ.